ഞാൻ രാവിലെ എഴുന്നേറ്റ് 2 മുട്ടയും ഏത്തപ്പഴവും ഒരു അരക്കുപ്പി പാല് വാങ്ങിക്കും ഞാൻ ഒറ്റയ്ക്ക്. ഒരു ചായ കുടിച്ചിട്ട് ബാക്കി അതെല്ലാം ഞാനങ്ങ് കുടിക്കും. റിയാസും മഞ്ജു പത്രോസ് അനീഷ് എല്ലാവരും എന്നെ നല്ലതുപോലെ എനിക്ക് പറഞ്ഞു തന്നത്. അവർക്കൊക്കെ അറിവുണ്ട്. ഇഷ്ടം പോലെ കപ്പയും ചേനയും മറ്റൊരു ചേനയും ചെറുവള്ളിക്കിഴങ്ങ് മറ്റൊരു എല്ലാം കൂടി ഇട്ട് പുഴുങ്ങും. വലിയ കലത്തിൽ പുഴുങ്ങിയിട്ട് കാന്താരി മുളകും ചമ്മന്തി തേങ്ങ എല്ലാം കൂടി അരച്ച് പിന്നെ കഞ്ഞിയാണ് കൊടുക്കുന്നത്. 10-11 മണിയാവുക. ഞങ്ങൾ അതൊക്കെ കുടിക്കും. ചക്ക കുഴച്ചത് മീൻകറിയിൽ മുക്കി തിന്നാൻ ഇഷ്ടം. അത് മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറി ഇങ്ങനെയൊക്കെ ഉണ്ട്? നമ്മൾ ഇത്രയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. അതിപ്പോൾ പറയാൻ കൊള്ളത്തില്ല, അത് പറയത്തില്ല, ആരാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരുപാട് പെണ്ണുങ്ങൾ ഇന്നത്തെ ഫേമസ് ആയവരൊക്കെ അതിലുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരാളിനെ കല്യാണം കഴിച്ചു. ഒരബദ്ധം പറ്റി. ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. മക്കൾ 3-4 ഇങ്ങനെയൊക്കെ കാലം കഴിഞ്ഞു പോണ്. അപ്പോഴത്തേക്ക് നാടകം കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നാടകത്തിന് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇന്ന് വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരിയായിട്ടുള്ള നല്ലൊരു കലാകാരിയാണ് നമ്മളോട് വന്നിരിക്കുന്നത്. വെറും 81 വയസ്സ് മാത്രമായിട്ടുള്ള സേതുലക്ഷ്മി അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അലയൻസിലൂടെയും അതുപോലെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് ക്യാരക്ടറുമായിട്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഓർമ്മകളിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ള സേതുലക്ഷ്മി അമ്മയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അമ്മ സ്വാഗതം. ശരിക്കും 81 ഉണ്ടോ? 81ാമത്തെ വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന. 80 വയസ്സ് കഴിഞ്ഞ്. ആര് നടന്നുകൊണ്ടിരിക്കുന്നു? വയസ്സ് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ചു നേരം സംസാരിച്ചോണ്ടാൽ 81 തോന്നൂല. അതിനെന്തിനു മരുന്ന് കഴിക്കണം? എനിക്കറിഞ്ഞൂടാ. മനുഷ്യൻ്റെ സന്തോഷമായിരിക്കും. ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 10-12 വയസ്സിലാണ് ഈ കല എന്നുള്ളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം എങ്ങനെ തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ നാട് ഒരു ഉൾപ്രദേശത്താണ്. നിലമേൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു മാഷ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന്, എൻ്റെ ഇച്ചിരി ജന്മിമാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അതൊക്കെ, ഒരു അമ്മാവനൊക്കെ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് എന്നെ കുറച്ച് കുട്ടികളെയൊക്കെ ചേർത്ത് ഒരു ഡാൻസ് വേണമെന്ന് എങ്ങനെ തുടങ്ങി എന്നെനിക്കറിയില്ല. അപ്പം എൻ്റെ അച്ഛൻ മിലിറ്ററി ആയിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിക്കണമെങ്കിൽ അച്ഛൻ്റെ അനുവാദം വേണം. അപ്പോൾ ഞാനിങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ചെന്ന്. അവിടെ കുടുംബത്തിലൊക്കെ ഓടി നടക്കാമല്ലോ. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് അമ്മാവൻ ദൂരെ നിന്നിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ട് ആ സ്റ്റെപ്പൊക്കെ ഞാനിങ്ങനെ എടുക്കും. എന്നിട്ട് അപ്പോൾ പിള്ളേർ കൈയുടെ മുട്ട് പോക്കി വയ്ക്കുക പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പഠിച്ചു. അപ്പോഴത്തേക്ക് അമ്മാവൻ ഇനി വാ എന്ന് പറഞ്ഞു, നിനക്ക് പഠിക്കണോ? ഞാൻ പറഞ്ഞു പഠിക്കണം. അത് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാതെ എങ്ങനെ? ജനാർദ്ദനൻ്റെ അടുത്ത് ഞാനൊന്ന് ചോദിക്കാം. എൻ്റെ അച്ഛൻ്റെ പേര് ജനാർദ്ദനൻ പിള്ള എന്നാണ്. ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കാണ് അളിയൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ ഡാൻസ് പഠിപ്പിക്കാൻ വെറ്റയും പാക്കും ഒക്കെ വെച്ച് 100 രൂപ എന്ന് തോന്നുന്നു. അതും കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ട് തുടങ്ങി പിള്ളേരെല്ലാം ഇങ്ങനെ ഒത്തിരി അന്നത്തെ അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നതിന് ഭയങ്കര പാടാണ്. ഇപ്പോഴത്തെ ആ ഡാൻസ് അല്ല, സാധകങ്ങളും അതും ഇതും മറ്റും ഭയങ്കര പ്രശ്നമുള്ള ഡാൻസായിരുന്നു. അപ്പോൾ പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ പിള്ളേർ അരമണ്ഡലത്തിലൊക്കെ നിൽക്കണം. ശേഷം അപ്പോഴത്തേക്ക് ചില പിള്ളേർ എത്രയോ സമയം നിൽക്കണം. എനിക്ക് വയ്യ, അമ്മ ഒടിഞ്ഞു വീഴും, എനിക്ക് വയ്യ പഠിക്കുന്നു. പിന്നെ പിള്ളേർ വരാൻ മടി കാണിച്ച്. എനിക്ക് പക്ഷേ അങ്ങ് ഇഷ്ടമായി. എനിക്കിഷ്ടമായിരുന്നു. അതെങ്ങനെയെന്ന് അറിയത്തില്ല. ഡാൻസിന് മുഖത്തിൻ്റെ ആക്ഷനൊക്കെ വേണമല്ലോ, നല്ല ശരീരം, അതൊക്കെ എനിക്ക് തനിച്ച് കിട്ടി. എങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് കിട്ടിയപ്പോൾ എനിക്ക് പിന്നെ ഡാൻസ് അങ്ങ് ഭയങ്കര ഇഷ്ടമായപ്പോൾ ആ മാഷ് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വരികയും പോവുകയൊക്കെ ചെയ്ത് അവിടെ സിനിമ കൊട്ടക എന്നാണ് അന്ന് പറയുന്നത്. അവിടെ അവിടെയൊക്കെ ജയമോഹൻ തിയേറ്ററും മറ്റു തിയേറ്ററും അവിടെയൊക്കെ ഇയാൾ ഡാൻസ് പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കും. മാഷിപ്പോൾ ഇല്ല. ഡാൻസ് കളിപ്പിച്ചിട്ട് നമ്മൾ പൈസക്കല്ല കളിക്കുന്നത്. മാഷ് വല്ലതും വാങ്ങിക്കുന്നത് തരുന്നില്ല. ഞങ്ങൾക്ക് നിറച്ച് കുപ്പിവള വാങ്ങിച്ചു തരും, ഒരു ബ്ലൗസിൻ്റെ തുണി വാങ്ങിച്ചു തരും, ബ്ലൗസിൻ്റെ പൂജ ഡാൻസിൻ്റെ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും ഒക്കെ പോയത്. ഈ കൊച്ച് നല്ല ഡാൻസ് ചെയ്ത് സ്റ്റേജ് നിറഞ്ഞ് ഡാൻസ് ചെയ്ത് ഞങ്ങളൊക്കെ ഒതുങ്ങിയാണ് ഇങ്ങനെ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ മുഖത്ത് ആക്ഷനൊക്കെ ഞാനും അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എവിടെ പഠിച്ചെന്നൊക്കെ അമ്മാവനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ഇവിടെ സ്വാതിരത മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്, എനിക്കും അവിടെ പോയി പഠിക്കണമെന്ന് പറഞ്ഞു. അയ്യോ അതിപ്പോൾ അതിനെങ്ങനെയൊക്കെയുള്ള നീ എങ്ങനെ കഴിക്കുമെന്ന് വെച്ചാൽ അപ്പോൾ എന്നെ
ചോദിച്ച് പറഞ്ഞ് ഞാൻ കരഞ്ഞ് 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 എനിക്ക് പഠിക്കണം, അവിടെ പോയി പഠിക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ അയച്ചു. അന്ന് ബസ്സൊന്നും ഇത്രയില്ല. ട്രാൻസ്പോർട്ട് ഒരു 4 ബസ് കൂടി പോയാൽ കാണും. രാവിലെ 6:30 7 ഒരു ബസ്സുണ്ട്. ബാക്കിൽ കയറുന്ന വണ്ടിയാണ്, ബാക്കിൽ കയറുന്ന, ഫ്രണ്ടിലെങ്ങും ഇല്ല. അതിൽ ഏർപ്പാടാക്കി സീസൺ ടിക്കറ്റൊക്കെ എടുത്ത് തന്ന് എന്നെ കൊണ്ടുപോയി രാവിലെ 9 മണിക്ക് അങ്ങോട്ട്. അപ്പം ഇഴഞ്ഞിഴഞ്ഞാണ് വണ്ടികളൊക്കെ. റോഡൊന്നും ശരിയല്ല. അവിടെ തമ്പാനൂർ ഇറങ്ങും. അവിടെ നിന്ന് ഇറങ്ങി അപ്പം വഴിയിലൊക്കെ പിള്ളേരുണ്ട്, ഓരോ സ്ഥലങ്ങൾ. വഴിയിലിറങ്ങി പിള്ളേർ മ്യൂസിക്കും ഒക്കെ ഉണ്ട്. ഓടി മേട്ടുക്കട അരിസ്റ്റോ ജംഗ്ഷനിൽ കൂടെ അങ്ങ് കയറുന്നതാണ്. ഓടിപ്പോയി ഡാൻസ് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞ് പുറത്ത് കയറി നടനഭൂഷണം പാസ്സായി. അപ്പോൾ 1 വർഷം പോയി വന്ന് 2ാമത്തെ വർഷം ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടും ഇല്ലാത്ത വീടാണ്. അമ്മാവൻ അവിടെ അവർക്കൊക്കെ അറിയാം, കൊണ്ടുവന്ന് അവിടെ ആക്കി. പിന്നെ 3ാമത്തെ വർഷം വേറൊരു വീട്ടിൽ. അങ്ങനെ പിന്നെ അരുന്ധതി ഹോസ്റ്റൽ എന്ന് പറയുന്ന സ്കൂളിൽ, ആ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ച് നടനഭൂഷണം എന്തായാലും പാസ്സായി. ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ അന്ന് ആണുങ്ങളാണ് പെൺവേഷം കെട്ടുന്ന നാടകത്തിന്. അപ്പം പഠിച്ച് പാസ്സായി. ഞാൻ എന്തായാലും രക്ഷപ്പെട്ട് വന്ന് എനിക്ക് ഡാൻസ്, പിന്നെ ഞാൻ കൊച്ചു പിള്ളേരെയൊക്കെ ഡാൻസൊക്കെ പഠിപ്പിക്കും. അങ്ങനെയൊക്കെ ആയി അവസാനം അവിടെ ഒരു ചെറിയ ക്ലബ്ബൊക്കെ ഉണ്ട്. അവിടെ ബുക്കുകൾ അമേച്ചൂർ നാടകം പോലെ നാടകം കളിക്കും. അപ്പോൾ പറയും ആ പട്ടാളത്തിൻ്റെ മോളിൽ ഇപ്പോൾ പഠിച്ചൊക്കെ പാസ്സായി നിൽക്കുക, നല്ല കൊച്ചാണ്, നല്ല മിടുക്കി കൊച്ചാണ്, അതിനെ ഒന്ന് വിളിച്ച് നോക്കാം. പറഞ്ഞു അതിനെ വിടുവോ, നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഉണ്ണിത്താൻ, എൻ്റെ അമ്മാവൻ ഒരു ഉണ്ണിത്താനാണ്. ഉണ്ണിത്താൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചാൽ മതി, അത് പട്ടാളം അങ്ങ് അവിടെയാണെങ്കിൽ ഉണ്ണിത്താൻ സമ്മതിക്കും, നമുക്ക് ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ട്, അമ്മയൊന്നും പുറത്തോട്ടൊന്നും അധികം പോകത്തില്ല. അമ്മ വേണ്ടത് അപ്പോൾ കൊണ്ടുപോകാൻ ആൾ വേണ്ടേ, അടുത്ത് തന്നെയാണ് ഇച്ചിരി. അപ്പോൾ ആണുങ്ങളാണ് പെൺവേഷം കെട്ടുന്നത്. അപ്പോൾ അവരൊന്ന് വിളിച്ചപ്പോഴെന്ന് പറഞ്ഞ് വിളിച്ച്, അപ്പോൾ ആര് കൊണ്ടുപോകും, അപ്പോൾ അമ്മൂമ്മ എടുത്ത് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്നെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് അമ്മച്ചൂർ നാടകത്തിൽ നാടകം കളിച്ചപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ പട ഞാൻ പറഞ്ഞെന്ന് പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞെന്ന്. അങ്ങനെ ഒരു നാടകമായി. ഇതറിഞ്ഞ് ഇതായി. അപ്പോൾ പിന്നെയും ആളുകളൊക്കെ ഇങ്ങനെ കിളിമാനൂർ അങ്ങനെയൊക്കെ ചുറ്റുപാടുകളിലൊക്കെ ഇങ്ങനെ വിളിച്ച്. പിന്നെ ഇത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ബാലയൊക്കെ കൊല്ലത്ത് അവിടെ ഒരു ബാലയുണ്ടായിരുന്നു. ആ ബാലയൊക്കെ വിളിച്ച് പോയപ്പോൾ പൗരസ്ത്യ ഇതൊന്നും മുമ്പ് ചെയ്തിട്ടില്ല. കിടാവിളക്കെന്നും പറഞ്ഞൊരു ഇത്. അതിൽ ആൺവേഷമുണ്ട്, പെൺവേഷമുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ ഒത്തിരി വേഷങ്ങളൊക്കെ ചെയ്യണം. അതിലും കൊള്ളാം. പിന്നെ അങ്ങ് ഇതായി പറഞ്ഞു ഇനി വേണ്ട, നിർത്തണം. ഏതെങ്കിലും ഒരു അധ്യാപകനെ അങ്ങനെ വിളിച്ച് കെട്ടിച്ച് അങ്ങ് ഒതുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒതുങ്ങൂല, ഞാനൊതുങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടിക്കൊന്നും വേണ്ട, എനിക്ക് ഡാൻസ് പഠിക്കണം, ഞാൻ പോകും കരഞ്ഞ് നിർബന്ധിച്ച്. അവസാനം അച്ഛൻ വയസ്സായ അച്ഛൻ്റെ പെൻഷനെ കൊണ്ടൊക്കെയാണ് പിന്നെ ജീവിച്ചത്. വലിയ ഓരോ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് നെല്ലും കൃഷിയും മോതും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ജീവിച്ച് പോകാമായിരുന്നു. പിന്നെ അന്ന് ഒരു വീട്ടിലാണ് താമസം. അപ്പോൾ അവർക്കൊരു 5 ഏക്കർ അങ്ങ് കൊടുത്തു തരാം. അന്ന് സ്ഥലം കൊടുക്കുന്നതിന് ഇത് കണക്ക് 3 സെൻറ്റ് 2 സെൻറ്റ് ഒന്നുമല്ല. അവനൊരു 5 ഏക്കറാണ്, സെൻറ്റൊന്നും അല്ല, 5 ഏക്കർ. അവനൊരു 5 ഏക്കർ കൊടുത്തരാം. അവിടെ ആ പണയിൽ അപ്പുറത്ത് സ്ഥലമുണ്ട്, നമുക്ക് പണയ്ക്കുണത്ത് അവിടെ സ്ഥലം കൊടുത്തരാം. മറ്റവൻ അവിടെ കൊടുത്തരാം, ഇവിടെ കൊടുത്തരാം ജന്മി പറയും. അപ്പം അമ്മയ്ക്ക് എഴുതിയപ്പോൾ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് മാറി. എന്നാലും ഞങ്ങൾ ഈ അമ്മാവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും. അങ്ങനെ അപ്പോൾ പിന്നെ എന്നെ അപ്പം പിന്നെ നാടകത്തിന് പിന്നെ വിടണ്ടെന്നൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളിനെ കല്യാണം കഴിച്ചു. ഒരു അബദ്ധം പറ്റി. ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു. അവരൊക്കെ വാടക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. വാടക ഒന്നും ഞാൻ ശ്രദ്ധിച്ചതുമില്ല, ചോദിച്ചത് ഞാൻ എന്താ ആവട്ടെ, എനിക്ക് അയാളെ വേണം. മേക്കപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. അയ്യോ, മേക്കപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നെ ഇയാൾ ഇതിനൊക്കെ കൊണ്ടുപോയി. എനിക്ക് പിന്നെ വീടും മറന്ന് എല്ലാം മറന്ന് ഡാൻസിലോട്ടായിപ്പോയി. എൻ്റെ ഇത് കഷ്ടപ്പെട്ട്, ഒത്തിരി കഷ്ടപ്പെട്ട്. അവിടെ രാജപാളയം ഇവിടെ ഒളിച്ചൊക്കെ താമസിച്ചു പോയി. ഫ്രണ്ട്സ് കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടുപോയി കാർണിവൽ ഷോയിലൊക്കെ ഞാൻ അവരുടെ ഡാൻസ് എനിക്ക് അറിഞ്ഞും കൂടാ കളിക്കാനുള്ള. ആ ഡാൻസ് എന്ന് വെച്ചാൽ കാർണിവൽ ഷോയിലൊക്കെ നടത്തുന്ന ഡാൻസ്, ഡ്രസ്സൊക്കെ മനസ്സിലായി, ഇത്ര ഇറക്കമുള്ളതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ മിനി കേട്ട് ഇങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മറ്റു ഡാൻസ് അറിയാവൂ. അപ്പം എനിക്കൊരു ശരീരം ഞാൻ കാണിക്കത്തില്ല. ഇത്ര യുബ പോലത്തെ ഒരു പഞ്ചാബി പോലത്തെ ഒരു ഇട്ട് ഒരു പൈച്ചാമ്മയൊക്കെ ഇട്ട് കളിപ്പിക്കും. അപ്പോൾ കാണുന്നുള്ള ആളുകൾ കണ്ടു പറഞ്ഞ് അന്ത അമ്മ വേണ്ട, തമിഴുകാരാണ് അവർ, അന്ത ശമന്ത അമ്മ വരട്ട്. അപ്പോൾ
അതിപ്പോൾ പറയാൻ കൊള്ളത്തില്ല, അത് പറയത്തില്ല, ആരാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരുപാട് പെണ്ണുങ്ങൾ ഇന്നത്തെ ഫേമസ് ആയവരൊക്കെ അതിലുണ്ട്. അങ്ങനെ അത് പിന്നെ അവിടെ നിന്ന് അപ്പം പിന്നെ എന്നെ ഇത് സോപ്പ് പെട്ടി മറ്റേത് ഇതൊക്കെ ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് ഒരു ബോൾ നമ്മൾ ആരെങ്കിലും ബോൾ നമ്മളിൽ തരും, നമ്മളിൽ തരും. അപ്പോൾ ബോൾ അവർക്ക് ഇട്ട് കൊടുക്കണം. അവർ ഇങ്ങനെ എറിയുമ്പം അത് തെറിച്ചാൽ അവർക്ക് എന്തോന്നാ കൊടുക്കണം നമ്മൾ. അപ്പം ഞാനിങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഞാനങ്ങ് പോയി. അയാളും എൻ്റെ കൂടെയുള്ള ആൾ കൂടെയുണ്ട്. അയാൾ പിന്നെ കൂട്ടുകാരൊക്കെ അങ്ങനെ നിന്ന് അവിടുത്തെ കാർണിവൽ ഷോ ഒരു ദിവസം 3 മാസമോ 2 മാസമോ അവിടെ കഴിഞ്ഞ് വന്ന അവസാനം എന്തായാലും കൊള്ളാം. പിന്നെ പാളകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആർ ബാലകൃഷ്ണ സാർ ഒരു സ്കൂളിൽ ഒരു ലഹരി എന്നും പറഞ്ഞൊരു നാടകം എടുത്തു. അയാൾ കൊല്ലത്തുള്ള ആളായിരുന്നു. അപ്പോൾ അവിടെ വന്ന് അവിടെ ഏതോ ഒരു വീട്ടിൽ പരിചയപ്പെട്ട് അവിടെ നിന്ന് അപ്പോൾ നാടകം എടുത്തപ്പോഴത്തേക്ക് ബാലകൃഷ്ണ സാറിൻ്റെ സ്കൂളായിരുന്നു. അതിൽ ഒരു കീരിമാർക്ക് നീല ഏജൻ്റ് എന്നും പിന്നെ വേറൊരു നല്ലൊരു പെണ്ണായിട്ടുള്ള ഒരു വേഷമായിരുന്നു. അത് ചെയ്തപ്പോഴത്തേക്ക് അതിലൊരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്തപ്പോൾ ആ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് വീടൊക്കെ എടുത്ത് തന്ന് അവിടെ താമസമായി. ഞങ്ങൾ ആ സ്കൂളിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന് പിന്നെ ആ പ്രദേശത്തുള്ള എല്ലാവരെയും ഡാൻസ് പഠിപ്പിച്ച് അങ്ങനെ അവസാനം എല്ലാം കൊണ്ടും കൊല്ലത്ത് വന്നു. അപ്പം മക്കളൊക്കെ ആയി. ഇങ്ങനെയൊക്കെ ജീവിച്ച് കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മോൻ്റെ ഭാര്യയൊക്കെ എൻ്റെ അമ്മയുടെ പറഞ്ഞ് അക്കച്ചി എന്നൊക്കെ അക്കച്ചി അവളുമായിട്ടിന് യാതൊരു ബന്ധവുമില്ല നമുക്ക്. നമ്മളവളെ ഇറക്കിക്കഴിഞ്ഞില്ല. അക്ക പോവരുത്. അപ്പം അമ്മയില്ലേ, അമ്മ ഒളിച്ചൊളിച്ചൊക്കെ വരുമായിരുന്നു. എൻ്റെ സഹോദരൻ ഡ്രൈവറായിരുന്നു. ഡ്രൈവറാകുമ്പോഴത്തേക്ക് ഒരു പറഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞ് എടാ എന്നെ അവിടെ അമ്മച്ചി വീട്ടിൽ അമ്പലത്തിലൊന്നും കൊണ്ടുപോടാന്ന് പറയും. അപ്പോൾ എന്നെ കാണുമെന്ന് സഹോദരനെ കാണും. പിന്നെ അപ്പച്ചിയൊക്കെ മരിച്ചതിന് ശേഷമാണ് എന്നെ കുടുംബത്തിൽ കയറ്റിയത് തന്നെ. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് നാട്ടിൽ നിന്ന് അരി പൊടിച്ചതും മറ്റതും മറിച്ചതും വാഴക്കൊല മറ്റതും മറിച്ചതൊന്നും വേണ്ട, എനിക്ക് എല്ലാ സാധനവും വീട്ടിൽ കൊണ്ട് തരുമെന്ന്. കൊല്ലത്ത് വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവർ. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് പിന്നെ അവിടെയൊക്കെ സ്കൂളുകളിലൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ പോയി. അമേച്ചൂർ നാടകങ്ങളൊക്കെ വന്നപ്പോൾ നാടകം കളിക്കാൻ പോയി. ഇങ്ങേരും മേക്കപ്പ് വരുന്നു. അവസാനം പ്രൊഫഷണൽ നാടകം വന്നപ്പോഴത്തേക്ക് ഇങ്ങേർക്ക് മേക്കപ്പില്ല, ഇതൊന്നും ഇല്ലാതായി. അങ്ങ് വിഷമിച്ച്. അപ്പോൾ അമേച്ചൂർ നാടകം എനിക്ക് വളരെ തുച്ഛമായ പൈസയാണ്. ഞാൻ പോകും. അവിടെ തൊട്ട് ഇത് തുടങ്ങി, ഈഗോ പോലെ ഒരു സ്വഭാവം തുടങ്ങി. ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതായി. എൻ്റെ വീട്ടുകാർ സ്വത്തൊക്കെ തരുമെന്ന് ഇങ്ങനെ വിചാരിച്ചോ എന്തോന്ന് എനിക്കറിയാമായ. എൻ്റെ വീട്ടുകാർ 1 സെൻറ്റ് സ്ഥലം പോലും തന്നില്ല. എന്നെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. അമ്മ പാവമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ കൂടെ അങ്ങ് എടുത്ത് എനിക്ക് തന്നില്ല, നിമിഷവും തന്നില്ല. പിന്നെ കഷ്ടപ്പെട്ട് ഭർത്താവ് അത് ഈഗോ ആയപ്പോൾ പിന്നെ വഴക്കുകളൊക്കെ ആയി തുടങ്ങി. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാൻ, പിന്നെ മരിച്ചതിന് ശേഷം ദൈവം എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. പിന്നെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ 3-4 ഇങ്ങനെയൊക്കെ അങ്ങ് കാലം കഴിഞ്ഞു പോണ്. അപ്പോഴത്തേക്ക് നാടകം കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നാടകത്തിന് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. തുടർച്ചയായിട്ട് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അന്ന് ഈ ടി വിയിലൊന്നും അല്ല വരുന്നത്, ജേർണലിസ്റ്റ് വരും. നമ്മൾ ഇതൊക്കെ കുറിച്ച് എടുത്ത് കൊണ്ടുപോയി എല്ലാ പേപ്പറിലും ഇട്ടു. അപ്പോൾ ആൾക്കാർ ഇതിങ്ങനെ 4 ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ എന്നെ ഒരു സൂര്യോദയം എന്നാണെന്ന് തോന്നുന്നു ആ സീരിയലിൻ്റെ പേര്. അതിൽ വിളിച്ച് അത് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെതായിരുന്നു തോന്നുന്നു. അതിൽ കഴിച്ചതിന് ശേഷം ഇങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ഓരോരുത്തരും വിളിച്ച് സത്യനന്ദിക്കാട് സാറ് ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഇത് കണ്ട് ദൂരദർശനിലായിരുന്നു. ഇവർ കൊള്ളാമല്ലോ, ഇത് ആരാണിത് എന്ന് കരുതിയിട്ട് പട്ടാഴി ഉണ്ണികൃഷ്ണൻ നായരുടെ അസോസിയേറ്റിനോട് ചോദിച്ച്. അപ്പോൾ എൻ്റെ നമ്പരെല്ലാം തപ്പി എന്നെ വിളിച്ച് എന്തായാലും പറഞ്ഞ് ഈ പൂജപ്പുരം നികുഞ്ച എസ്റ്റേറ്റ്. അപ്പോൾ ഞങ്ങൾക്കൊരു നാടക സമിതി സ്വന്തമായിട്ട് എൻ്റെ മോനും ഞാനും കൂടെ തുടങ്ങി. അവനും വലുതായി. എൻ്റെ മോനും ഞാനും കൂടെ എൻ്റെ മോൻ തുടങ്ങി. എൻ്റെ മക്കളെല്ലാം കലാകാരാണ്. തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ അഭിനയിക്കുന്ന ഒരു ചെറുക്കൻ കാട്ടാക്കട ഉള്ളതായിരുന്നു. ഞങ്ങളെ നാറ്റിങ്ങിൽ താമസിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ് ഗിരീഷ് എന്നാണ് പേര്, അമൃതയിലുണ്ട് ഇപ്പം. ഗിരീഷ് എൻ്റെ ഒരു ഫോട്ടോ തരാം, നികുഞ്ച എസ്റ്റേറ്റിൽ കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത് ഇതിനായിട്ട് എന്നെ വിളിച്ച് തൊടുപുഴ വെച്ചാണ് വരണമെന്ന് പറഞ്ഞ് എൻ്റെ നാടക സമിതിയായാലും അതിൽ കർട്ടനൊക്കെ കിട്ടുന്ന ഒരു ചെറുക്കനുണ്ട്, അവനെയും കൂടെ കൊണ്ടുപോയി. മോനും വലുതായിരുന്നു മോൻ. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാം കണ്ടുപിടിച്ച് ലൊക്കേഷനൊക്കെ ഇട്ട് കണ്ടുപിടിച്ച് എല്ലാം. അപ്പം എനിക്ക് ഈ സിനിമ വരുന്നതിൻ്റെ ഒന്ന് നാടകമുണ്ട്. തൊടുപുഴയിൽ നിന്ന് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് നിൽക്കണമെന്ന് പോയി കഴിഞ്ഞപ്പോഴും ഞാൻ സത്യനന്ദിക്കാട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ സിനിമയിൽ അഭിനയിക്കുകയല്ലേ, ഞാൻ നാടകം നിർത്തിയിട്ട് വേറെ ആളിനെ കൊടുക്കട്ടെ. പറഞ്ഞു വേണ്ട, നമ്മൾ സിനിമാക്കാരി ആയില്ല, ഇതൊന്നും അല്ല സിനിമ, ഒരുപാട് കിടക്കുന്നതല്ല, ഇപ്പോഴും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് രണ്ടും കൂടെ നടക്കാൻ പറ്റുന്നില്ല സാറേ, എനിക്ക് സിനിമയിലും അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം,
രാവിലെ വരുമ്പം തന്നെ എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറയണം. സിനിമയുടെ നാടകം പറയുമ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിട്ടോളാം എങ്ങനെയാ വെച്ചാൽ എത്ര മണിക്ക് നാടകം തുടങ്ങുന്നതൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് ഈ ചെറുക്കൻ. ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ സിനിമയും നാടകവും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ സിനിമയിലെ ഡയലോഗും പഠിക്കണം, നാടകത്തിൻ്റെ ഡയലോഗും പഠിക്കണം. ഇതെങ്ങനെ പഠിക്കും? നാടകത്തിൻ്റെ ഡയലോഗ് നമ്മൾ 1 മാസം കൊണ്ട് പഠിച്ച് നമ്മൾ ഇതായി കഴിഞ്ഞാൽ സ്റ്റേജിൽ ത്രൂ ഔട്ടാണ്. പിന്നെ നമുക്ക് ആരും ഒന്നും പേടിക്കും. കളിച്ചത് തന്നെ വീണ്ടും കളിക്കണം. കളിച്ച നാടകം തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അതുമല്ല, നാടകം കൈ കിട്ടിയാൽ പിന്നെ നമുക്കൊരു ഗുണമുണ്ട്. നമുക്ക് കയ്യിൽ നിന്ന് കോമഡിയായിരുന്നു. കോമഡിയൊക്കെ പൊട്ട പുതിയ നമ്പറുകളൊക്കെ വരും. ഇത് സിനിമയെന്ന് വെച്ചാൽ അവർ പ്രോംപ്റ്റ് ചെയ്ത് പറഞ്ഞ് അവിടെ കളഞ്ഞിട്ട് നമ്മളങ്ങ് അതങ്ങ് പോവും. പിന്നെ അതൊന്നും ഇത് നമ്മൾ പച്ചവെള്ളം പോലെ നമ്മളെ മനസ്സിൽ കിടക്കുവാണ്. ഈ കലയിലേക്ക് വരണത് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടുപണി ചെയ്യാൻ പഠിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ഇഷ്ടമില്ലാത്ത ഈ സ്കൂളിൽ പോകാനൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ മെയിനായിട്ട് ഈ കലയിലോട്ട് ശ്രദ്ധ പതിപ്പിച്ചത്? സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതായത് കലയിൽ പ്രേമം മൂത്തതിന് ശേഷമാണ്. പിന്നെ അല്ലെങ്കിൽ കൊച്ചു പ്രായത്തിൽ പള്ളിക്കൂടത്തിലൊക്കെ പോകാൻ കപ്പലണ്ടി വാങ്ങിച്ച് ചെയ്യാനും അതിനും പഠിക്കാൻ ഇഷ്ടമില്ല. പള്ളിക്കൂടത്തിൽ പോകാൻ ഇഷ്ടം, പഠിക്കാൻ ഇഷ്ടമല്ല. വീട്ടിൽ വന്നാൽ വായിക്കത്തൊന്നുമില്ല. പിന്നെ സാറ് ജയിപ്പിച്ചങ്ങ് കളയുന്നതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്നെ കിട്ടും. പക്ഷേ ഇതായതിനു ശേഷം എനിക്ക് പഠിക്കണമെന്ന് 10ാം ക്ലാസ്സിൽ തോറ്റു. അപ്പോഴേക്കൊക്കെ നാടകത്തിലൊക്കെ എത്തി തുടങ്ങി. പിന്നെ പ്രൊഫഷണൽ നാടകത്തിന്. അപ്പോൾ ഇത് കണ്ട് പ്രൊഫഷണൽ നാടകത്തിന് പോയി. ആദ്യം കളിച്ച നാടകം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം പ്രൊഫഷണൽ നാടകം ആദ്യം കളിച്ച കൊല്ലം ഉപാസനയുടെ കൊന്നപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. അതിൽ ചെറുപ്പക്കാരിയാണെങ്കിൽ ഞാൻ എടുത്തത് പ്രായമുള്ള വേഷം. മൈതാനം മണ്ടോദരി എന്നാണ് എൻ്റെ പേര്. വയസ്സിയാണ്. ഡയലോഗ് ഓർമ്മയുണ്ടോ? അയ്യോ, എത്രയോ വർഷമായില്ലേ ശംഭോ. അപ്പൊ ഈ ഈസ്റ്റ് ഫോർട്ട് കിഴക്കേക്കോട്ടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ, ഗണപതി ക്ഷേത്രത്തിന്റെ അവിടെ കിടന്നുറങ്ങുന്ന ഒരു കിളവിയാ ഞാൻ. അപ്പം സുന്ദരിയാണ് ഒത്തിരി കാണാനൊക്കെ. അപ്പൊ അവിടെ ഈ പോലീസുകാർ ഇവരെയൊക്കെ അഴിച്ചോട്ടിക്കുക. അവിടെ കിടന്നുറങ്ങിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സമയമാകുമ്പോൾ അവർ കുളിച്ചൊരുങ്ങി റെഡിയായി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ പോകുന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരു പോലീസുകാരന് എന്നെ ഇങ്ങനെ ഒരു കുട്ടിയായി കൃഷ്ണൻകുട്ടി എന്നാണ് ആ കുട്ടിയുടെ പേര്. അയാൾ പിന്നെ വേറെ കല്യാണം കഴിച്ചു. അയാൾക്ക് അത് കൃഷ്ണൻകുട്ടി എന്നാണ് ആ കൃഷ്ണൻകുട്ടി എന്തോ ഒരു പേര്. അപ്പോഴത്തേക്ക് ഞാൻ വലുതായി എൻ്റെ മോൻ വലുതായി വന്നപ്പോഴത്തേക്ക് ആ ചെറുക്കൻ തന്നെ ഈ ചെറുക്കനും പോലീസുകാരൻ്റെ മോനെ പോലെ. അപ്പോൾ അതൊരു ലോകം പരന്ന്. അപ്പോൾ അയാൾക്ക് പ്രൊമോഷൻ, അയാൾ വലിയ ആളായി. അപ്പം നമ്മളെ ഈ മോനെ വിട്ടിട്ട് എന്നെ കൊല്ലാനായിട്ടുള്ള പരിപാടി. അപ്പം ഞാൻ ഈ ചെറുക്കൻ എന്നെ കാണാനായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കിടന്നുറങ്ങിയിട്ട് അപ്പോൾ വരുമ്പോഴത്തേക്ക് പറയും, പിന്നെ എൻ്റെ മോനെ കാണുന്നില്ല, മോനെ കൊന്നു കളഞ്ഞ്. അപ്പോൾ ഇവനെ കാണാതെ ഞാൻ കരഞ്ഞും വിളിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ ചെറുക്കൻ വരും, പോലീസുകാരൻ്റെ മകൻ വരും. മോഹൻ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മോനെ കൃഷ്ണൻകുട്ടി നീ എവിടെ ആയിരുന്നടാ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഓടിപ്പോണ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മോനെ തുടങ്ങുന്ന ഇതാണ്, ശംഭോ മഹാഗണപതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോണ വഴി നന്നാവണേ എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ അത് മറന്നുപോയി. പണ്ട് കാലങ്ങളിൽ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയും നമ്മൾ, ഫേസ്ബുക്ക് അങ്ങനെ കുറേ പരിപാടികളിലൂടെ ആൾക്കാർക്ക് അവരുടെ കലാ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. അത് കണ്ട് ഡയറക്ടർമാർ വിളിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കേട്ടറിവിലൂടെയാണ് കുറച്ച് നല്ലപോലെ ചെയ്യും, പിന്നെ അത് കാണാൻ വേണ്ടി ഡയറക്ടർ വരും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഡയറക്ടർ എൻ്റെ ഒരു നാടകം ഇവിടെ കളിച്ചിട്ട് അപ്പുറത്തുണ്ടെങ്കിൽ അവിടെയും വരും. എൻ്റെ നാടകം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ആളുകൾ വരും. ഞാൻ 10 പ്രാവശ്യം ഈ നാടകം കണ്ടു. നിങ്ങൾ പറയുന്ന സിനിമ കണ്ടെന്ന് 10 പ്രാവശ്യം ഞാൻ കണ്ടു. എന്നിട്ടും എനിക്ക് മതി വന്നിട്ടില്ല. രസതന്ത്രം, അല്ല ഈ സിനിമ തന്നെ അങ്ങനെ ഒരുപാട് നാടകങ്ങൾ. എൻ്റെ കാട്ടുകുതിരയൊക്കെ ഞാൻ ചെയ്തതാണ്. അത് ശരി. കാട്ടുകുതിര ഒരുപാട് നാടകം ഞാൻ കളിച്ചു. 10,000, 50,000 എത്രയോ നാടകം കളിച്ചു ഞാൻ. പിന്നെയാണ് ഈ രസതന്ത്രം കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നീട് അടുത്തതിന് വിളിച്ച്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നാടകത്തിന് വിടുന്നുണ്ട്. രസതന്ത്രം, വിനോദയാത്ര, ഇന്നത്തെ ചിന്താ വിഷയം, ഭാഗ്യദേവത എല്ലാത്തിലും അഭിനയിച്ച്. പിന്നെ കഥ തുടരുന്നു എന്നുള്ളതിൽ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നാടകമാണ് അപ്പോഴത്തേക്ക് അന്ന് നാടകം ഞാൻ പറഞ്ഞു, അയ്യോ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ റെഡിയായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം ആദ്യം സമ്മതിച്ചിട്ട് അപ്പം ജയറാമിൻ്റെ കൂടെയാണത്. ജയറാമിന് ഇങ്ങനെ എന്തോ അവർ ചെന്നൈയിലെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ട് പോയി. അവിടെ എന്തോ ഒരു പ്രശ്നം. അപ്പോഴത്തേക്കും ആ ഡേറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ വിളിച്ചപ്പോൾ എനിക്ക് നാടകത്തിലാണ്.
അതൊരു സിനിമയിൽ അഭിനയിച്ചു, നാടകത്തിൽ അമച്ചർ നാടകത്തിൽ അഭിനയിച്ചു, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചു, സിനിമയിൽ വന്നു, സീരിയൽ ചെയ്തു. ഇത് ഇപ്പം സീരിയലും സിനിമയും അല്ലെങ്കിൽ നാടകവും തമ്മിലൊരു ഒരു വ്യത്യസ്തത എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സീരിയലും സിനിമയും ബാല് നാടകം എല്ലാം ഉണ്ട്. വ്യത്യസ്തം എന്ന് പറയാൻ നാടകം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടത്തുന്നതാണ്. അത് ഇതായി പോയാൽ തീർന്നു. നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് 1 മാസത്തെ റിഹേഴ്സൽ കഴിഞ്ഞ് നമ്മളൊരു 10 നാടകം വരെ നമുക്ക് ബെല്ലുണ്ട്. 3 ബെല്ലാണ്. ഒരു ബെല്ലുമ്പോൾ അനൗൺസ്മെൻറ്റ്, പിന്നെ ഒരു ബെല്ല്, അങ്ങനെ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ ബുറയിലും വെപ്രാളമാണ്. ഒരു 10 നാടകം കഴിയുന്നത് വരെ നമുക്ക് ടെൻഷൻ തന്നെയാണ്. കാരണം കൂടെ നിൽക്കുന്നവരെ നമ്മൾ നോക്കും, എല്ലാവരും ഓരോരുത്തരും തെറ്റിച്ചാൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നാടകമൊക്കെ അങ്ങ് പോകും. പിന്നെ നമ്മളാണ് നാടകം. അതൊരു ഹരം തന്നെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ അന്ന് നാടകം ഭയങ്കര വിലയുള്ളതായിരുന്നു. ഇന്നത്തെ കണക്കല്ല. നമ്മൾ ചെല്ലുമ്പോൾ ചുമ്മാങ്കിലും എൻ്റെ പ്രായമായിട്ട് അമ്മായിയെ നല്ലവരൊക്കെ നാടകം കളിക്കണേ, എന്നിട്ട് ഇടാ ഇല്ല അമ്മായിയുടെ നമ്മളതൊക്കെ അമ്മായിയുടെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നല്ല ഇഷ്ടമാണ്. നാടകം കഴിയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ റൂം ഇവിടെയാണ്. ജനങ്ങൾ വന്ന് അവിടെയാണ് ആണുങ്ങളത്. ഇവിടെ നമുക്ക് പിന്നെ ആരെയും കാണാനൊക്കെ അവിടെയൊക്കെ മറക്കാം. അപ്പോൾ എന്നിട്ട് അത് ഇന്ന വേഷം എടുത്താൽ അവർ എനിക്കൊന്ന് കാണാം. ചേച്ചി ആരാധകർ വന്നു, ഞാൻ പറയും കയറി വരാം. മേക്കപ്പ് അടിക്കുമ്പോൾ വരാൻ പറയും. വന്നിട്ട് പെണ്ണുങ്ങളും ഒക്കെ വരും. പെണ്ണുങ്ങളെ കയറ്റി വിടും. പറയും പെണ്ണുങ്ങളാണ് കൂടുതൽ വരുന്നത്. കാരണം എൻ്റെ അമ്മ ഇങ്ങനെ ഇതെന്തൊക്കെ കണ്ട് അവിടെ വന്ന് ഇരുന്നപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയില്ലെന്ന് ഭയങ്കര എന്തുവാണ് ഏതാണ് അങ്ങനെയൊക്കെ പറയും. നമുക്ക് നല്ല പ്രോത്സാഹനം. അവിടെ നിന്ന് സിനിമയിലോട്ട് വന്നപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ ഡയലോഗ് പറയുന്നതിലോ പഠിക്കുന്നതിലോ എന്തെങ്കിലും? സിനിമയിൽ പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്നാലും ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഈ നാടകം പോലെ വരും. നാടക അഭിനയമല്ല, മൂമെൻറ്റ്സ് ഒക്കെ. നാടകം നീ എന്താ ചെയ്യുന്നത്, ഇതാ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആഹാ അത്രയ്ക്കായി പാടി, എന്നിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ, ഇതത് പാടില്ല, ഈ കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിതൊന്നും പഠിക്കത്തില്ല കേട്ടോ, ആഹാ അങ്ങനെ അവിടെ നിന്നിട്ട് നമുക്ക് ഓടി നടന്ന് അഭിനയിക്കാൻ നടന്ന ആ ഒരു. അപ്പോൾ ചേച്ചി ഇത് ഇങ്ങനെയാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക്. പിന്നെ ചിലർ പറഞ്ഞു ഇതിനൊക്കെ എവിടെ എടുത്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചിട്ടുണ്ട് ആദ്യ കാലത്തൊക്കെ. ഇത് ഇവരെന്ന് വന്നത് എന്തോന്ന് ഇങ്ങനെയാണ് എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട് സീരിയലിൽ നിന്ന്. സിനിമയിൽ നിന്ന് സീരിയലിൽ വരുമ്പോൾ വീണ്ടും കുറേ കൂടെ ചെറുതായില്ലേ ഡയലോഗുകൾ കട്ട് ചെയ്ത് അതാണ് ഞാൻ പറയാൻ വന്നത്. നാടകത്തിന് അത് പറ്റത്തില്ല, നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഒരു വാക്ക് തെറ്റാൻ പാടില്ല. പിന്നെ നമ്മളൊരു വലിയ നാടകക്കാരിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവർ തെറ്റിച്ചാലേ, എൻ്റെ കൂടെ നിൽക്കുന്ന ചെറുക്കന്മാരൊക്കെ ചിലപ്പോൾ തെറ്റിച്ചാലേ ശരിക്കും അല്ല ഞാൻ പറയും എന്തോന്നാ നീ വായിക്കൊണ്ടിരുന്നത്, പോടാ കയറി എന്ന് പറയും. പോയി പോർഷനൊക്കെ കയ്യിൽ പോയി പഠിച്ചിട്ടൊന്ന് നിനക്ക് എവിടെ പോയിരുന്നോ ഇത്ര നേരം, നിനക്ക് കയറി പോകണം എന്തെങ്കിലും ഇവിടെ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. ഇത് നടക്കത്തില്ല. അത് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ കട്ട് തെറ്റിപ്പോയ കട്ട് പിന്നെ ആവർത്തിക്കാം. അതെനിക്കൊരു ബലം തോന്നുന്നില്ല. അത്ര നമുക്കത് ഈസിയാണ്. അത് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ പഠിക്കാനും നമ്മൾ പറയാനും കൂടെ പഠിക്കണം. പ്രോംപ്റ്റ് ചെയ്ത് നമുക്ക് നമ്പർ ഇടാം. അതിപ്പോൾ ഒരു പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഒരു എൻ്റെ അമ്മ എന്തോന്നാണ് ഈ കാണിക്കുന്നത്, അടുത്തത് പറയുന്നത് നമുക്ക് നമ്പർ ഇടാം, അത് പഠിക്കാൻ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് എൻ്റെ പൊന്നു മോനെ, ഞാൻ കാര്യം പറയാമല്ലോ. ഇതോടെ കാര്യം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അതിനിപ്പം നിനക്ക് എന്തോ വേണം, അത് നമുക്ക് ടൈം തരുമല്ലോ, നമുക്ക് നമ്പർ ഇടാൻ ചുണയുള്ളവരാണെങ്കിൽ അങ്ങനെ. ഇപ്പം സിനിമയിൽ വന്ന് സീരിയലിൽ വന്ന് നാടകം വന്ന് ഇപ്പോഴും നാടകത്തിൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? നാടകത്തിൽ വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ലെന്നറിയാം. പിന്നെ ഇനി നാടകത്തിന് ഇതുപോലെ വരാൻ ഇഷ്ടമുണ്ടോയെന്നൊക്കെ പലരും ചോദിക്കും. അപ്പം ഞാൻ പറയും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആരോഗ്യം, ദൂരയാത്ര പയ്യന്നൂർ അവിടെ ഇവിടെ 1 മാസമൊക്കെ പോയി നിൽക്കണം, വണ്ടി യാത്ര ഇത്ര പ്രായമായില്ലേ, അതിൻ്റെ ഒരു ക്ഷീണമേ ഉള്ളൂ. വിളിക്കാൻ വരാമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ പറയും വരണമെന്ന് എനിക്ക് മോഹമാണ്. ഞാൻ ഈ സീരിയലിൽ സിനിമയ്ക്ക് എൻ്റെ ഒരു ഇതൊക്കെ വരുന്നവരേ ഉള്ളൂ, ഇത് കഴിയുമ്പോൾ പോകും. അപ്പം KPSCയിൽ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം. അവിടെ നിന്നും അവാർഡ് വാങ്ങിച്ചത്. KPSCയിൽ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോഴത്തേക്ക് അവിടെ ഷാജഹാൻ സാറാണ് ഞങ്ങളുടെ എല്ലാം. അപ്പോൾ ഒരു സാറൊക്കെ മരിച്ചുപോയി. അപ്പം ഞാൻ ഷാജഹാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്കൊരു നാടകം എനിക്ക് വേണ്ടി എഴുതണം,
എഴുതിപ്പിക്കണം. എഴുതിയിട്ട് ഒരു വർഷം എനിക്ക് സ്വാഗതം എപ്പോഴും ഈ വഴി തുറന്നിട്ടിരിക്കുകയാണ്, എന്ന് വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് നാടകം കളിച്ചിട്ട് എനിക്ക് നിർത്തണമെന്ന് ചെറിയൊരു ഉണ്ട്. സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ഏതാണ്? എല്ലാ വേഷങ്ങളും ഇഷ്ടമാണ്. സിനിമ ഹിറ്റാകുമ്പോഴേ നമ്മൾ വേഷത്തിൽ നമ്മൾ ആളറിയത്തുള്ളൂ. നമ്മുടെ വേഷം മാത്രം എൻ്റെ പരിചയക്കാർ വിളിച്ചോളൂ, അമ്മ സിനിമ നല്ല സിനിമയായിരുന്നു രസതന്ത്രം, പക്ഷെ അമ്മ മനോഹരമായി ചെയ്തു. അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ രാജാതിരാജ എൻ്റെ ഒരു ഡയലോഗിന് മമ്മൂട്ടി വരെ അങ്ങ് ചിരിച്ചു. ഒരു സ്ത്രീയുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാനടുത്ത വേലക്കാരിയായിരുന്നു. ഇവർ പാറക്കുട്ടി എന്തോരാ പേര് പറഞ്ഞിട്ട്, മോളുടെ ടിഫിൻ ശരിയായോ? ഞാൻ ദേ കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് ചെന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ മമ്മൂട്ടി ഇങ്ങനെ അവിടെ കെട്ടിപ്പിടിച്ച കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഞാൻ ടിഫിൻ ശരിയായി എന്ന് പറഞ്ഞിട്ട്, മോളെ ടിഫിൻ ശരിയായി. അപ്പോൾ ഇയാൾ പറയും സമയവും സന്ദർഭവും നോക്കാതെ ഓരോന്നൊക്കെ കയറി വന്നോളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. ഓഡിയൻസ് തിരിച്ചു കളഞ്ഞു പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെന്നെ ചിരിപ്പിച്ചത്. നല്ല അങ്ങനെ അഭിനയിച്ചതിൽ ഇപ്പം മമ്മൂക്കയോട് അഭിനയിച്ചു, ലാലേട്ടനോട് അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ കുറേ കൂടെ കംഫർട്ടബിൾ, ഏറ്റവും കുറച്ച് അഭിനയിക്കാൻ കുറച്ചും കൂടെ സുഖമായിട്ട് തോന്നിയത് ആരുടെ കൂടെ? എല്ലാവരോടും അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അത് പറയാം. നേരത്തെ പറഞ്ഞില്ലേ, അതായത് എതിരെ നിൽക്കുന്ന ആള് നമുക്ക് തരുന്നൊരു സാധനം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളവരെല്ലാവരും നല്ലതുപോലെ അഭിനയിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പേര് കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. സത്യം. ഞാൻ നല്ല നല്ല ആർട്ടിസ്റ്റുകളെ അഭിനയിച്ചിട്ടുള്ളത്. എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്. നിസ്സാരപ്പെട്ടവരുടെ ഞാൻ അഭിനയിച്ചിട്ടില്ല. നടികളെടുത്തും നടന്മാരെടുത്തും എല്ലാ നടന്മാരും അവരാണ് എനിക്ക് തന്നിട്ടുള്ളതെന്ന് ഞാൻ ഇന്ന് എപ്പോഴും പറയും. പിന്നെ അത് ഹൗ ഓൾഡ് ആർ യു, എനിക്ക് സങ്കടം വരുന്ന മഞ്ജു വാര്യർ. പക്ഷെ എനിക്ക് തന്ന അവസരം ഒരു പറയാനൊക്കത്തില്ല. മോഹൻലാൽ, മമ്മൂട്ടി, സണ്ണി വെയിൻ, മറ്റവർ മറിച്ചവർ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു വരെ തരും. അത്ര നല്ല ആളുകളാണ്. അത് ആരും എൻ്റെ കൂടെ നിന്നൊരു മോശപ്പെട്ടവരില്ല. അതാണ് എൻ്റെ ഒരു ഭാഗ്യം. അതായിരിക്കും ഞാൻ ഇങ്ങനെ ആയതെന്ന് എനിക്ക് തോന്നുന്നു. സത്യം. ചെയ്തതിൽ എല്ലാ പടവും ഒരുപോലെ പ്രിയപ്പെട്ടതാണെന്നാണോ? എനിക്കാണ്. പക്ഷെ ജനങ്ങൾക്ക് എനിക്കറിയത്തില്ല. എനിക്കെല്ലാം ഇഷ്ടമാണ്. ഒന്നുപോലും എനിക്ക് പുറകോട്ട് പറയാൻ അറിയില്ല. ആൻമരിയ കലിപ്പിലാണ്. അത് ആ കൊച്ചു പെണ്ണാണ് എന്നെ ഇത്രയാക്കിയത്. ആ കൊച്ചു പെണ്ണ് മിക്കവാറും ഉള്ള ക്യാരക്ടറുകളിലെല്ലാം ഒത്തിരി ഒരു ചൂടും ചുരയും ഒരു എടുത്തടിച്ച് വർത്തമാനം പറയുന്ന ഒരു ഒന്നിനൊന്നിന് മറുപടി പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാനിപ്പം നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്തും കൂടെ പറയാണ്, അമ്മ ഇപ്പം ഞാൻ നമ്മുടെ സംസാരിക്കുമ്പോഴും ചോദിക്കുന്നതിന് ഒരു രണ്ടടി തരുന്ന പോലെയാണ് മറുപടി പറയുന്നത്. അപ്പം അത് ആ ഒരു ഉശിത് പണ്ട് പോലെ ഉണ്ടാ? പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് അയ്യോ ഒന്നിന് രണ്ട് പറയുന്ന ഒരു സ്വഭാവം? ഒരുപാട് ഒതുങ്ങിയിട്ടുള്ള ആളല്ല. അല്ല, ആരെടുത്ത് ഞാൻ മറുപടി പറയാനറിയാം. അന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരു ഒതുങ്ങൽ എനിക്കില്ലായിരുന്നു. അപ്പോൾ അമ്മാവനൊക്കെ വിളിച്ചത് ഞാൻ വരുന്ന അമ്മാവ എന്തോ നീ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന എന്നൊക്കെ ചോദിച്ചുള്ള ഒരു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ ആളുകളെല്ലാവരും, എൻ്റെ അമ്മ എല്ലാവരും എന്തോ ഇങ്ങനെ പറയുള്ളൂ. വിളിച്ചാൽ എന്തോന്നേ വിളി കേൾക്കാവൂ, എന്തോന്ന് വിളി കേൾക്കണം. ഞാൻ പറഞ്ഞു എന്തോന്ന് ഞാൻ വരുന്ന്, അങ്ങനത്തെ ഒരു ശീലമായിട്ട് എനിക്ക്. ചട്ടമ്പിയായിരുന്നു. അത് ഈ അച്ഛൻ പട്ടാളക്കാരനായതിൻ്റെ ഒരു അച്ഛൻ ചട്ടമ്പിയായിരുന്നു. ഞാൻ വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടു, അമ്മയ്ക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം ചക്കയും കിഴങ്ങും, അവിച്ച കിഴങ്ങും, ചാളക്കറിയും. ഞങ്ങൾക്ക് ജോലിക്കാർ, വയലിലെ കൃഷിപ്പണിക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ കപ്പയും ചേനയും കൂവാന്നൊക്കെ പറഞ്ഞാൽ കൂവക്കിഴങ്ങ്, മറ്റേത് ചെറുവള്ളിക്കിഴങ്ങ്, മറ്റേത് എല്ലാം കൂടി ഇട്ട് പുഴുങ്ങും. വലിയ കാലത്തിൽ പുഴുങ്ങിയിട്ട് കാന്താരി മുളകും ചമ്മന്തി തേങ്ങ എല്ലാം കൂടി അരച്ച് പിന്നെ കഞ്ഞിയാണ് കൊടുക്കുന്നത്. 10-11 മണിയാവുമ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിക്കും. പിന്നെ രാത്രിയിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ ആഹാരവും ഞങ്ങൾക്ക്. അല്ലാതെ ഈ ബർഗർ മറ്റത് മറിച്ച് ഞാൻ ഇപ്പോഴും കഴിക്കത്തില്ല. എനിക്കല്ല ചുട്ട കോഴിയൊക്കെ ഇങ്ങനെ കൊരുത്ത് വയ്ക്കുമല്ലോ, ഒന്നും ഞാൻ കഴിക്കത്തില്ല. ഞാൻ ബിരിയാണിയുടെ വളരെ കുറച്ചേ ഹോട്ടലിൽ നിന്ന് കഴിക്കത്തില്ല. ഞാൻ അങ്ങനെ തോന്നുന്നു. എനിക്ക് ചക്ക കുഴച്ചത്, മീൻകറിയിൽ ചക്ക മീൻകറിയിൽ മുക്കി തിന്നാൻ ഇഷ്ടം,
അത് മമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറി ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ. ഇത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറി? ഞാൻ പറയും രാവിലത്തെ പഴങ്കഞ്ഞിയാണ് ഞങ്ങൾക്ക്, ഇപ്പോഴാണ് കാപ്പിയാക്കിയത്. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാറുണ്ടെങ്കിൽ സാമ്പാർ വെച്ചേക്കും ഉച്ചക്കലത്തേക്ക്. പിന്നെ ഉച്ചക്കൊക്കെ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ഇച്ചിരി മോരുണ്ടാക്കി പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ചീനി, മരിച്ചീനി എന്നൊക്കെ അപ്പം നല്ല ചീനിയും മീനും പിന്നെ പുളിശ്ശേരിയും ഒക്കെ കൂട്ടി ഞങ്ങളങ്ങനെ കഴിക്കും. ചീനി ഇടാ ശ്രീകുമാർ എന്ന് പറഞ്ഞ കൂടെ വെക്കുന്ന ചെറുക്കനോടാ നമുക്കിന്ന് അങ്ങോട്ട് പോകാം, ഇവർ വീട്ടിൽ പോകാം, നമുക്ക് ചീനിയൊക്കെ തിന്നാം. ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്ക് അതൊക്കെ ചക്കയൊക്കെ ഇഷ്ടംപോലെ പ്ലാവും മാവും ഒക്കെ ഉണ്ട്. അതാണ് നമുക്ക് ഉറിയൊക്കെ ഉണ്ട് പഴയ പണ്ടത്തെ കാലത്ത്. അതിൽ രാത്രിയിലൊക്കെ ചോറാണ്, ഇപ്പോഴാണ് കാപ്പിയാക്കിയത്. രാത്രിയിലും ഉച്ചയ്ക്കൊക്കെ കഞ്ഞി ആക്കിയാലും ശരി 11 മണിക്കൊക്കെ കഞ്ഞി കുടിച്ചാൽ പിന്നെ നമുക്ക് പിന്നെ മാങ്ങ കൊത്തിയരിഞ്ഞ് തിന്നക്കം, പച്ചച്ചക്ക തെറ്റി, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജോലികളൊക്കെ. അമ്മ ഒരുപാട് സിനിമകൾ ചെയ്തു. അതിൽ ഇത്തിരി ചൂടും ചൂരും ഒക്കെ ഉള്ള അല്ലെങ്കിൽ 2 അടി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പോരടിക്കുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് പലതിലും മിക്കവാറും ഉള്ളവരൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയിലാണ് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വികാരങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ച് അത് പുറത്ത് കാണിക്കാതെ മകനെ വളർത്തി കൊണ്ടുവരുന്ന ഒരു അമ്മയായിട്ടൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ അമ്മയ്ക്കുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അപ്പോൾ അതൊക്കെ എൻ്റെ ആദ്യത്തെ ജനസാന്ദ്ര വിനോദയാത്ര കഴിഞ്ഞ് പിന്നെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ പടമാണത്. അതിന് ശേഷമാണ് ഹവോൾഡാർ വന്നത്. അതിന് എന്നെ സഹായിച്ചത് അരുൺകുമാർ അരവിന്ദും മറ്റേ മുരളി ഗോപി. മുരളിച്ചേട്ടനാണ് കഥ പറഞ്ഞു തന്നത്. ഇതിൻ്റെ കഥ പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞു തന്നത്? ഇങ്ങനത്തെ ഒരു തഞ്ചത്തിലിരുത്തി എല്ലെയും പറഞ്ഞു തന്നെ അവരെല്ലാവരും കൂടെയാണ് എന്നെ പഠിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഡയലോഗിൻ്റെ വേരിയേഷനൊന്നുമില്ല, സന്ദർഭങ്ങളും അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങ് വന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തവരെന്നെ. ഇതൊക്കെ എനിക്ക് തഞ്ചത്തിൽ പറഞ്ഞു തന്നെ എനിക്ക് ഉണ്ടാക്കാതെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് പോർഷനൊക്കെ നേരത്തെ വലിയ ഡയലോഗുള്ളതൊക്കെ നേരത്തെ തന്ന് വീട്ടിൽ തന്ന് ഇതൊക്കെ പഠിപ്പിച്ച്. എന്തെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? ഡയലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ പിടി കിട്ടത്തില്ല. അതല്ല പിന്നെ ഒരു കഥ പറയുന്നത് അതാണെങ്കിൽ എനിക്ക് പിന്നെയും പറ്റും. അല്ല മറ്റേ ഇന്ദ്രജിത്തേട്ടൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗുണ്ട്, പിന്നെ തൂങ്ങിയവൻ ആടും, അങ്ങനത്തെ ഒരു ഡയലോഗ് ഇല്ലേ? ആണാപ്രഥമനാണെങ്കിൽ തൂങ്ങി നിന്ന് ആടും എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. ആണുങ്ങളാണെങ്കിൽ തൂങ്ങും, അങ്ങനെ ആണുങ്ങളാണെങ്കിൽ തൂങ്ങോടാ, തൂങ്ങുകയും ചെയ്യും, തൂങ്ങി നിന്ന് ആടുകയും ചെയ്യും, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അമ്മ ഇപ്പം അലിയൻസിൽ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊരു ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ് അതിനകത്ത് പോണത്. അപ്പം അതിനകത്ത് അമ്മ എത്രത്തോളം അമ്മയാണ്, അതായത് സ്വന്തം ജീവിതത്തിൽ എത്രത്തോളം ഉള്ള സേതുലക്ഷ്മിയാണ് അലിയൻസിൽ? അതിൽ നമുക്ക് തരുന്ന വേഷമല്ലേ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് വേഷം തരുന്നത് അതുപോലെ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ വഴക്കം കൂടും, ഡയറക്ടറോടൊന്നും പിണങ്ങും. ഇങ്ങനെയാണ് എടുക്കണേന്നൊക്കെ ചോദിക്കും. അതെ, ഇതിങ്ങനെയാണ്, ഞാനല്ലേ ഈ വീട്ടിൻ്റെ ആള്, ഇതിപ്പം 2 മക്കൾക്ക് ഞാൻ 2 വശം കൊടുത്തിട്ടേ ഉള്ളൂ, എന്നെ ഇത് കാണുന്നില്ലല്ലോ, എന്താ ഞാൻ എങ്ങോട്ട് പോയി, ഞാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിണങ്ങുകയൊക്കെ ചെയ്യും. പാവമാണ്, കണ്ണൊക്കെ തെളിയതല്ലേ. അത് പിന്നെ അത് കഥ അവർ വരുന്ന തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. ഈ സ്വഭാവം വെച്ച് അതിലുള്ള അത്യാവശ്യം മര്യാദ പഠിപ്പിക്കുമോ? അല്ല മര്യാദ ഞാൻ പിണങ്ങിയിരിക്കും. താമസിച്ച ദേഷ്യം വരും. ഏറ്റവും ലൊക്കേഷനുകളിൽ പോണതിൽ ഏറ്റവും താമസിച്ച് ചെല്ലുന്നത് അവിടെയാണ്, ഏറ്റവും നേരത്തെ വിടുന്നതും അവിടെയാണ്. പക്ഷേ എനിക്കൊന്ന് മെനക്കെടാൻ വയ്യ. മെനക്കെട്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇന്ന് എൻ്റെ ജീവിതം അലിയൻസ് കൊണ്ടാണ്. പിണങ്ങി ഞാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരാതെ പോവാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ അതൊക്കെ ദൈവകൃപയാണ്. പിന്നെ എന്നെ വിളിച്ച് ഇപ്പം എനിക്കും എങ്ങനെ പോയാലും അതെല്ലായിടത്തും പറയാൻ പാടില്ല, ലക്ഷമൊക്കെ വന്ന് വീഴും ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോൾ. ഈ നാടകത്തിൽ അഭിനയിച്ചു ആദ്യകാലത്തിൽ. അപ്പം അതിൽ ഈ പറഞ്ഞ കണക്ക് സ്വതസിദ്ധമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റേജിൽ കയറുന്ന കൈന്നിടാം. ഇപ്പം അലിയൻസിൽ അഭിനയിക്കുമ്പം അതിലും സിംഗ് സൗണ്ടാണ്, വേറെ റെക്കോർഡിങ് ഡബിങ്ങോ ഒന്നുമില്ല. അപ്പം അതിന്
ആ തുടക്കത്തിൽ നിന്ന് തന്നെ അവസാനത്തിൽ നിൽക്കുന്ന പോലെ തോന്നുന്നു. അത് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം ഒന്ന് വായിക്കും, നമ്മൾ വായിച്ച് ഒന്ന് ഇത് ശരിക്കും ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ശരിക്കും ഇതായി കഴിഞ്ഞാൽ പറയുമ്പോഴത്തേക്ക് അമ്മയുടെ കാര്യം കൊണ്ട് തോറ്റ് അമ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ അമ്മയെ മരുന്നും കഴിക്കത്തില്ല, ഞാൻ നീ കൂടുതലും സംസാരിക്കണം, നീ എനിക്ക് മരുന്നൊന്നും എടുത്ത് തന്നിട്ടില്ല, പിന്നെ ആൾക്ക് നമുക്ക് കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയാം. അതെനിക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയില്ല, പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ സപ്പോർട്ടാണ് എനിക്ക്. അമ്മ അത് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാമല്ലോ, എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിയാസും മഞ്ജു പത്രോസ്, അനീഷ്, എല്ലാവരും എന്നെ നല്ലതുപോലെ എനിക്ക് പറഞ്ഞു തന്നത്. അവർക്കൊക്കെ അറിവുണ്ട്, അറിവ് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അവർക്ക് ഇതിൻ്റെ അത് കയ്യിൽ നിന്നിട്ട് പറയാൻ നല്ലതുപോലെ അറിയാം. അത് കഥ എടുത്തൊക്കെ ഞാൻ ഈ പോയാൽ ഇവരിത് ഡിസ്കസ് ചെയ്യുന്നിടത്തൊന്നും പോകത്തില്ല, ഞാനൊരു സ്ഥലത്ത് തന്നെ ഇരിക്കും. പിണങ്ങിയല്ല, ഇപ്പം എൻ്റെ കുടുംബം അലിയൻസാണ്. അഭിനയം നിർത്തണം അല്ലെങ്കിൽ അഭിനയം നിർത്താൻ ആലോചിക്കുമ്പോൾ ഒരു നാടകം കൂടി കളിച്ചിട്ട് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പം അഭിനയം നിർത്താനുള്ള പദ്ധതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അഭിനയം നിർത്താനെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുഖത്തിൻ്റെ ഇപ്പം 80 വയസ്സായെങ്കിലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, 80 വയസ്സായാലും ഇത്രയും ഇത് കാണില്ല. ഇപ്പം അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഷീറ്റും ചൂടി പതിച്ച് ഇപ്പം ഇങ്ങനെ കിടക്കുക, പൊടിയരി കഞ്ഞിയും കുടിച്ച്. ഞാൻ അങ്ങനെയല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് 2 മുട്ടയും 2 മുട്ടയും ഏത്തപ്പഴവും ഒരു അരക്കുപ്പി പാല് വാങ്ങിക്കും ഞാൻ ഒറ്റയ്ക്ക്. ഒരു ചായ കുടിച്ചിട്ട് ബാക്കി അതെല്ലാം ഞാനങ്ങ് കുടിക്കും. ലൊക്കേഷനിൽ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ആഹാരം ചിലപ്പോഴൊക്കെ എല്ലാം ഇഷ്ടപ്പെടുന്ന വയസ്സാകുമ്പോൾ അങ്ങനെ. എൻ്റെ വീട്ടുകാരൊക്കെ എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ ഞെരടി അച്ചാറും കൂട്ടിയൊക്കെ കുടിച്ചിട്ട് പൊടിയേരി കഞ്ഞിയൊക്കെ. ഞാനതല്ല, ഞാൻ ബിരിയാണിയൊക്കെ അങ്ങോട്ട് നല്ല ഭംഗിയായിട്ടാണ് ആഹാരം കഴിക്കുന്നത്. കാരണം എനിക്കിത് പിടിച്ച് നിൽക്കണം എന്നുള്ളത്. ഇത് നിർത്താനേ പരിപാടിയില്ല. നിർത്തേണ്ടി വന്നാൽ ഒരു നാടകം കളിച്ച് നമ്മുടെ ഇവിടെയൊക്കെ ചൊക്കി ചുഴിയുന്നൊരു സമയം വരും, നിമിഷം മതി നമുക്ക് എന്ത് സംഭവിക്കാം, എത്ര ആഹാരം കഴിച്ചാലും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു വയസ്സായ വേഷം എഴുതി കറച്ച് പോകണം അമ്മമ്മയായിട്ടങ്ങാണ് എനിക്ക് തരണമെന്നുള്ളത് ആഗ്രഹം. അതിന് പോകണമെന്നും ആഗ്രഹമുണ്ട്. അത് തീരണമെന്ന് ആഗ്രഹമില്ല. അത് തീരാതിരിക്കാൻ ഞാൻ നല്ല ഇത് കഴിച്ച് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു കുടുംബമാണ് ഞങ്ങൾ. ഓരോരുത്തരും ഇപ്പം പിണങ്ങിയൊക്കെ എന്നിട്ട് പിന്നെ ഈ എല്ലാവരും കൂടെ കൂടി ഇരിക്കുന്നിടത്ത് ഞാൻ ചെന്ന് അങ്ങനെ അധികം ഇരിക്കത്തില്ല. എനിക്ക് അതൊന്നും പിന്നെ തമാശ പറയണം. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ പൈസക്കാണ് വരുന്നത് എന്ന് വെച്ചിൽ എൻ്റെ മനസ്സിന് വേദനകളുണ്ട്. നമുക്ക് വേദനയില്ലാത്തവരാരുമില്ല. പൈസ വരുന്തോറും ആരായിരിക്കും നമുക്ക് കാണുന്നത് എന്നുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ട്. മക്കളെയൊക്കെ എത്ര സ്നേഹിച്ച് വളർത്തിയാലും എനിക്കങ്ങനെ അനുഭവം ഉണ്ടായെന്നല്ല, എത്ര സ്നേഹിച്ച് നമ്മൾ എന്തൊക്കെ കൊടുത്ത് പാടുപെട്ട് വളർത്തിയാലും അവർക്കൊരു ജീവിതമാകുമ്പം പിന്നെ നമ്മളെ ഇങ്ങോട്ട് വരാൻ അവർക്ക് സമയം കിട്ടത്തില്ല. അവർക്ക് കിട്ടുന്ന പരിമിതി കൊണ്ട് അവരെ മക്കളെ അങ്ങോട്ടാക്കത്തേ ഉള്ളൂ. പിന്നെ എന്നെ പിന്നെ ഒട്ടും വേണ്ട, കാരണം എനിക്ക് വരുമാനം ഉണ്ടെന്നറിയാം. അങ്ങനെയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇതാണ് എൻ്റെ ജീവിതം. അപ്പം നമ്മൾ ഈ ഒരു സംസാരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഞാൻ കുറേ ചോദ്യങ്ങളായിട്ടാണ് വന്നത്. ഞാൻ ഒരു ചോദ്യം, വളരെ ചുരുക്കം ചോദ്യങ്ങളെ ഞാൻ ചോദിച്ചുള്ളൂ. എല്ലാം അമ്മയ്ക്ക് കഥ പോലെ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ സ്ക്രിപ്റ്റ് പോലെ മനസ്സിലുള്ളത് കൊണ്ട് ഞാനൊന്നും ചോദിക്കേണ്ടി വന്നില്ല. ഒരുപാട് കഥകൾ എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന അതേ ഒരു സുഖത്തിലാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ നിങ്ങളത് രസത്തിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഈ ഷോയിൽ വന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഈ പറഞ്ഞ കണക്ക് 81 101 അഭിനയിക്കാൻ ഉള്ള എല്ലാ ആരോഗ്യവും സൗഭാഗ്യവും ഭഗവാൻ നൽകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. നമ്മുടെ അമ്മയുടെ ഓരോ ക്യാരക്ടർ കാണുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ടാണ് എപ്പോഴും തോന്നുന്നത്. സംസാരവും അതെല്ലാം അതുപോലെ തന്നെ. അപ്പം നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാൻ എൻ്റെ ആരോഗ്യം ഇതുപോലെ നിൽക്കാനും എനിക്ക് ഇനി ഇഷ്ടംപോലെ വർക്ക് കിട്ടാനും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം എനിക്കുണ്ടായിരിക്കണം. പിന്നെ ഇപ്പോഴും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഓഡിയൻസ് മൊത്തം എന്നെ വിളിക്കാത്തവരില്ല. എൻ്റെ ഒരു പടം ടി വിയിൽ വന്നാൽ ഉടനെ അമ്മ ഞാൻ അമ്മയുടെ പടം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാത്തവരാരുമില്ല. ഈ സേതുലക്ഷ്മി എന്ന് പറയുന്നത് ഒരു കിഷോറിൻ്റെ അമ്മയോ മറ്റേ അവരുടെ മറ്റേ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്, ലോകത്തിൻ്റെ അമ്മയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഇൻ്റർവ്യൂ എനിക്ക് പെട്ടെന്ന് പറയുന്നത്, ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അങ്ങ് മടുത്ത്
ഇഷ്ടം പോലെ ഇഞ്ചുറീസ് നിൽക്കുന്നുണ്ട്. അതിലൊക്കെ പറഞ്ഞ കഥകൾ തന്നെയാണ് ഒരുവിധം ഇതൊക്കെ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്കിതേ പറയാനുള്ളൂ, നമുക്ക് പ്രായം കഴിയുന്തോറും നമുക്ക് ഒതുക്കം വന്നുകൊണ്ടേയിരിക്കാം, നമ്മുടെ രക്തത്തിൻ്റെ ഇതൊക്കെ മാറും. അപ്പോൾ എൻ്റെ ആരോഗ്യം ഇതുപോലെ നിൽക്കാനും നിങ്ങളുടെ സ്നേഹം എനിക്കുണ്ടാകാനും ഇപ്പം വിളിക്കുന്നത് പോലെ ഇനി എന്നെ എപ്പോഴും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കണം, മരിക്കുന്നത് പോലെ വരണം, മരണം കാണാനും വരണം. എനിക്ക് ഇത്രയും സന്തോഷം.